നമ്മുടെ മെസ്സിയെ കുറിച്ച് വല്ല വിവരമുണ്ടോ സഖാവേ? മെസ്സി എന്നോ ഫുട്ബോൾ എന്നോ വല്ലതും കേട്ടിട്ടുണ്ടോ? വരണമെന്ന് പൊതുവിൽ നാട് ആഗ്രഹിച്ചിരുന്നു. വരുന്നതിനെ നമ്മൾ സ്വാഗതം ചെയ്തിരുന്നു. എന്തൊരു നിഷ്കളങ്കത! വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആര്? നാട്. പാവം പിണറായി വിജയൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. വരുന്നതിനെ സ്വാഗതം ചെയ്തിരുന്നു. ആര്? സർക്കാർ. 126 കോടി എന്നൊരു തുക എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ വിജയ സഖാവേ? മെസ്സി വരും വരും എന്ന് താങ്കളും അന്ന് നല്ല രീതിയിൽ തള്ളിയായിരുന്നല്ലോ. ഇപ്പൊ അതും നാട്ടുകാരുടെ നെഞ്ചത്തായോ? ആഗോള അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പന്റെ പടത്തിനേക്കാളും വലുതായിട്ട് നിന്നത് പിണറായി വിജയന്റെ മോന്ത. എന്തെങ്കിലും പറഞ്ഞാൽ മെസ്സി എങ്ങാനും വന്നിരുന്നെങ്കിൽ, വരുമായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മെസ്സിയുടെ തലയേക്കാൾ വലുപ്പത്തിൽ പിണറായി വിജയന്റെ തല എടുത്തു നിന്നേനെ. പക്ഷെ അവർക്ക് അവരുടേതായ കാരണങ്ങളാൽ വരാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നീട് സംഭവിച്ചത്. അതിന് അവരോട് വരാമോ എന്ന് ചോദിച്ച കാര്യം പോലും അവരറിഞ്ഞിട്ടില്ലല്ലോ സഖാവേ. മെസ്സിക്ക് മെസ്സിയുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് വരാൻ പറ്റിയില്ല എന്നാണ് അന്നത്തെ മുഖ്യമന്ത്രിക്ക് ആകെ അറിയാൻ സാധിച്ചത്. കേട്ടോ, നാട്ടുകാരെല്ലാരും ഈ പറയുന്ന ഡയമണ്ട് വെച്ച നുണകളെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങിക്കോണേ. അന്നത്തെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ അധികം ബാധിക്കുന്ന കാര്യമല്ല. മുൻ കായിക മന്ത്രിയുടെ വിശദീകരണത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത് കേട്ടോ സഖാവേ. അങ്ങേരുടെ വിശദീകരണവും നാടകവും അഭിനയവും ഒക്കെ ഞങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെന്താ ഇപ്പൊ പറഞ്ഞേ? ഞങ്ങളെ അധികം ബാധിക്കില്ല എന്ന് അല്ലേ? നിങ്ങളെ ആരെ ബാധിച്ചാലും ബാധിച്ചില്ലെങ്കിലും കൊള്ളാം, പൊതുജനങ്ങളെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. 126 കോടി എവിടെ പോയി സഖാവേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എന്റെ അവകാശങ്ങളൊക്കെ തന്ന് എന്നെ പിരിച്ചുവിട്ടേക്ക്. ഞാൻ എന്റെ തറവാട്ടുക സ്വത്തുക്കളൊക്കെ നോക്കി ജീവിച്ചോളാം. ഞങ്ങളെ അധികം ബാധിക്കില്ല. അല്ല, നിങ്ങളെ എന്തെങ്കിലും ഇതുവരെ ബാധിച്ചിട്ടുണ്ടോ? നാട്ടിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങളെ ബാധിക്കാറില്ലല്ലോ. അന്നും ബാധിച്ചിട്ടില്ല, ഇപ്പോഴും ബാധിക്കാറില്ലല്ലോ. മോളെ ബാധിക്കുന്ന കാര്യം മാത്രമേ അച്ഛനെ ആകെ ബാധിക്കൂ അല്ലേ? 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ, അതവന്റെ രക്തത്തിലുള്ളത്. എന്തായാലും വി.ഡി. സതീശനെ വിമർശിക്കാൻ വന്നിരുന്നിട്ട് സ്വയം ന്യായീകരിച്ചു മെഴുകേണ്ട അവസ്ഥ അങ്ങൊന്നിന് വന്നു പോയല്ലോ. മുഖ്യമന്ത്രി ആയിരുന്നപ്പോ അങ്ങനെ, പ്രതിപക്ഷ നേതാവായപ്പോ ഇങ്ങനെ. വേണ്ട, ഇവന്റെയൊക്കെ പുറകെ ഓടി തീർക്കാനുള്ളതല്ല എന്റെ ഇനിയുള്ള ജീവിതം. എന്നാ പിന്നെ വൈകുന്നേരം നന്ദി പ്രകടനത്തിന് കാണാം. ശരി ശരി, ജയ് ഹിന്ദ്, ജയ് ഹിന്ദ്.